ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പാലക് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി 2 കെട്ട് പാലക്ക് നന്നായി കഴുകി 4-5 വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് സ്ട്രെയിനറിൽ വെള്ളം തോരാനായി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസായി എടുക്കണം. എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇത് 2 കെട്ട് പാലക്കാണ്. അതിൽ നമ്മൾ കുറച്ച് ആദ്യം തണ്ട് മാത്രം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ബാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ആദ്യം തണ്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ലാസ്റ്റ് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇത് വളരെ തിന്നായിട്ട് അരിയാം. കൈ കൊണ്ട് അരിയാം, ഇങ്ങനെ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയാം. നമുക്ക് ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ട് അരിയും. ഒരു ബൗളിലെടുത്ത് നമുക്കത് ഇതിലോട്ട് ഇടാം. ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ വളരെ കുറച്ചേ കാണും. ഇനി നമുക്ക് തണ്ട് അരിഞ്ഞെടുക്കാം. പാലക്കിൻ്റെ ഇലയെല്ലാം നല്ലതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. തണ്ട് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഈ തണ്ട് ആദ്യം നമുക്ക് ചേർക്കണം. ഇനി ഇതിലേക്ക് മറ്റാവശ്യമുള്ള സാധനങ്ങൾ: ഏകദേശം 1/2 കപ്പ് തേങ്ങ, 2 കുഞ്ഞുള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു ചെറിയ തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ചെടുക്കണം. 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചതച്ചെടുക്കണം. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ: 3 ഉണക്കമുളക്, കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത്, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. കടായി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഈ സമയം തന്നെ 3 ഉണക്കമുളക് ചേർക്കാം. കുറച്ച് ചെറിയ ഉള്ളി എല്ലാം കൂടി ചേർത്തൊന്ന് വാടിക്കും. എല്ലാം ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പാലക്കിൻ്റെ തണ്ട് ആദ്യം ഇട്ടൊന്ന് വഴറ്റാം. ലോ ഫ്ലെയിമിൽ വഴറ്റാം. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്താൽ മതി. അതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യും. തണ്ടൊക്കെ ഒരു ഇതൊന്ന് പാടിയിട്ടുണ്ട്. തണ്ടൊന്ന് വേകാനായി നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുറച്ച് സമയമുണ്ട്. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, കറിവേപ്പിലെല്ലാം കൂടി ചേർക്കും. അര ടീസ്പൂൺ ജീരകം, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിലേക്ക് തേങ്ങയും
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്യും. അരപ്പ് ചേർച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. തണ്ടൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് ചേർക്കാം. ഓരോരുത്തർ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പാലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടാണ് തേങ്ങ ചേർക്കുക. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. ആവിയിൽ ഇതൊന്ന് വേഗം അടപ്പ് തുറന്ന് നോക്കാം. ഇലയെല്ലാം ഇതും അവിയൽ ഇലയിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങുന്നുണ്ട്. സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അരപ്പ് ചേർക്കും. വീണ്ടും അടച്ചു വെച്ച് 1 മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിക്കാം. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് തുറന്ന് വെച്ച് വേവിക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം എല്ലാം ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ തുറന്ന് വെച്ചിട്ടുള്ളൂ. വെള്ളമെല്ലാം വറ്റി പാലക്ക് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പോഷക ഗുണമുള്ള ഇലവർഗത്തിലൊന്നാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പാലക്ക് തോരൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. പാലക്ക് തോരൻ റെഡി. ഇതിനൊന്ന് തണുക്കട്ടെ. ബൗളിലോട്ട് മാറ്റി പാലക്ക് തോരൻ റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.